ഓക്കെ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച സിംബോളിസം ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഇവിടെ സിംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പൽ അഥവാ പ്രതീകം. സിംബോളിസം വൺ വിച്ച് പെർടെയിൻസ് ടു സിമ്പൽ, ഒരു നൗൺ ആണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് പല രീതിയിലൊക്കെ അതിന് ടോക്കണിസം അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ സിംബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓം എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ അതൊരു ഹിന്ദു മതസ്ഥാപനം അല്ലെങ്കിൽ ഹിന്ദുയിസം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇപ്പൊ ചന്ദ്രകല കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെയും ക്രോസ് ക്രിസ്ത്യാനിറ്റിയുടെ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ സിമ്പലാണ്. അപ്പോ ഈ അതേമാതിരി തന്നെ നമുക്ക് പല സിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ സ്വാസ്തികം, ഓക്കെ, അത് ഒരു പർട്ടിക്കുലർ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ നാസിസത്തിന്റെ സിമ്പലാവും. വേറെ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ ശുഭലാഭം എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇതിന്റെ. അപ്പോൾ ഈ സിംബോളിസം മനുഷ്യനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈവൻ കാൾ ഗുസ്താവ് യങ് മാൻ ആൻഡ് സിംബൽസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഒരു റെസ്ട്രിക്റ്റഡ് സെൻസിലാണ് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെൽ നോൺ സിംബൽസ്, ഓക്കെ, അത് എങ്ങനെ മാത്തമാറ്റിക്സ് ആയിട്ടും പ്രോഗ്രാമിംഗ് ആയിട്ടും റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കുറച്ചും കൂടി സിംബൽസ് യൂസ്ഡ് ആസ് എ മെറ്റഫോർ അഥവാ രൂപകമായിട്ട് കണ്ടാൽ മതി. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇട്ടോ. ഡേവിഡ് ചാൽമേഴ്സ് എന്ന് പറഞ്ഞ ഒരാൾ, അയാളാണ് ഈ എന്താ പറയുക, അയാളൊരു ഓസ്ട്രേലിയൻ സൈക്കോളജിസ്റ്റ് ആണ്. അയാള് മറ്റേ യുഎസിലാണെന്ന് തോന്നുന്നു. പുള്ളിയാണ് ഈ എന്താ പറയുക ഒരു കോൺഷ്യസ്നസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എന്താ പറയുക ബോധം അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡീസിലെ ഒരു വൺ ഓഫ് ദി ലീഡിങ് പ്രൊപ്പോണന്റ് ആണ്. അപ്പോൾ പുള്ളിയാണ് ഈ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ആൻഡ് ദിസ് ഈസ് സപ്പോസ് ടു ബി ദ ലാസ്റ്റ് ഫ്രണ്ടിയർ ഓഫ് സയൻസ്. ഓക്കെ, അപ്പോ ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ കോൺഷ്യസ്നെസ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതും അറിയാവുന്ന ആള് ശരത്താണ്. അപ്പൊ ഞാൻ ബിഫോർ ഐ പാസ് ഓൺ ടു ദ ശരത് ടു കമന്റ് ഓൺ ദിസ്, ഞാനിത് ഈ ഒരു ഇതിവൃത്തം തരാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ എൻ്റെയൊക്കെ ചെറുപ്പത്തില് അല്ലെങ്കിൽ ഞാനൊരു ഈവൺ എ ഡെക്കേഡ് എഗോ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അലേർട്ട് എന്നുള്ളതിന് ആയിരുന്നു അതിൻ്റെ അർത്ഥം. അതൊരു മനോബുദ്ധി തലത്തിലുള്ള പ്രക്രിയയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതായത് മനസ്സും ബുദ്ധിയും ഇടയും പരിണിത ഫലമായിട്ട് നമുക്ക് ബോധം അഥവാ ബോധം എന്ന് മനോബുദ്ധി തലത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് വേദാന്തം ആയിട്ട് അടുപ്പം വന്നു കഴിഞ്ഞപ്പോൾ വേദാന്തത്തിൽ പ്രജ്ഞ ബോധം എന്നുള്ള സാധനം ഒരു ഫണ്ടമെന്റൽ റിയാലിറ്റി ബോധമാണെന്നുള്ളതാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മളെല്ലാ ജീവജാലങ്ങളിലും ഇപ്പൊ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ജീവാത്മാവ് അഥവാ ഒരു ഈ അഹംബോധം നമ്മളിൽ കുടിയുണ്ടെന്നും അത് കുടി ഇരിപ്പുണ്ടെന്നും അത് അഖണ്ഡബോധത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് വേദാന്തം പറയുന്നത്. അപ്പോ ഒരു വേദാന്തത്തിന്റെ വ്യൂ കേൾക്കുമ്പോൾ മോഡേൺ വെസ്റ്റേൺ സൈക്കോളജി ആയിട്ട് അതിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോ ഈവൻ ഇപ്പൊ സ്വാമി സർവപ്രിയാനന്ദൊക്കെ ആണെങ്കിൽ പോലും ഈ ഈവൻ മോഡി പോലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കോൺഷ്യസ്നെസ് രണ്ട് രീതിയിൽ ഉപയോഗിക്കും. ഓക്കെ, അപ്പോ ഈ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്സിലും ഫിനോമിനൽ കോൺഷ്യസ്നെസ്, സബ്ജക്റ്റീവ് റിയാലിറ്റി, അത് ശരത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അഹംബോധം, അഖണ്ഡബോധം, അങ്ങനെ 6 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ വെസ്റ്റിലും ഈസ്റ്റിലും ഇത് തന്നെയാണ്. പക്ഷേ ഒരു ഫണ്ടമെന്റൽ വ്യത്യാസം എന്ന് വെച്ചാൽ വെസ്റ്റേൺ സയൻസ് പറയുന്നു കോൺഷ്യസ്നെസ് എമർജിങ് ആണെന്ന്. വേദാന്തവും തത്തുല്യമായ കാര്യങ്ങൾ പറയുന്നു കോൺഷ്യസ്നെസ് ഫണ്ടമെന്റൽ ആണ്.
പിന്നെ വേദാന്തം ഒരു കാര്യം കൂടി പറയാനുണ്ട്. കോൺഷ്യസ്നസ് സെൽഫ് ആണെന്ന് പറയുന്നത്, ആത്മാവാണെന്ന് പറയുന്നത്. മറ്റേ വെസ്റ്റേൺ മോഡേൺ സൈക്കോളജി, ഡെപ്ത് സൈക്കോളജി അല്ല, സൈക്കോളജി കോൺഷ്യസ്നസ് ആത്മൻ ആണ് അല്ല എന്ന് പറയും. ഈ രണ്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് കോൺഷ്യസ്നസ് ഫണ്ടമെന്റൽ ആണ് എമർജിങ് എന്നുള്ള സ്ഥലത്ത് വെസ്റ്റേൺ ഫിലോസഫി എമർജൻസിനെ കൂട്ടുപിടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫിസിക്കലിസം, മറ്റേ വേദാന്തം കൂട്ടുപിടിക്കുന്നത് മറ്റേ അതൊരു അടിസ്ഥാന ആധാര വസ്തുവാണെന്നാണ്, മറ്റേത് ആവിർഭാവ വസ്തുവാണെന്നാണ്. അതേമാതിരി തന്നെ കോൺഷ്യസ്നസ് ആത്മാവാണെന്ന് മറ്റേ വേദാന്തം സമർത്ഥിക്കുന്നു, വെസ്റ്റേൺ ഫിലോസഫി അതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ വേൾഡ്സ് ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഫിലോസഫി ആണ്. അപ്പോൾ റിയാലിറ്റി ഏതാണ്? അപ്പോൾ സ്റ്റഡി ഓഫ് റിയാലിറ്റി ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അതിലാകമാനം. ഇപ്പോൾ അതില് പല വ്യൂസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ യൂണിവേഴ്സ് ആണെന്ന് പറയുന്ന മാക്സ് ടെഗ്മാർക്ക് ഉണ്ട്. ഒരു വേറെ ഇതിൽ പോകുമ്പോൾ കോൺഷ്യസ്നെസ് മറ്റേ ബൈനറി ആണെന്ന് പറയുന്ന സ്റ്റീവൻ വോൾഫ്രാമിന്റെ ഒക്കെ ടൈപ്പ് ആൾക്കാരുണ്ട്. ഡിജിറ്റൽ ഫിസിക്സ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ കോൺഷ്യസ്നെസ് സ്റ്റഡിയെ തന്നെ അൺഫൗണ്ടഡ് പ്രോബ്ലം ആണ്, കോളിയ എന്നൊന്നില്ല എന്ന് പറയുന്ന ഇലൂഷനിസം ഉണ്ട്. ഇങ്ങനെ പല സാധനമുണ്ട്. അപ്പോൾ ശരത്തെ ഒന്ന് ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും വായിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒരു കോൺഷ്യസ്നസ് സ്റ്റഡീസിന്റെ കോർ റിസർച്ച് ഇപ്പോഴത്തെ എന്താണ്? ഇപ്പൊ പാൻസൈക്കിസം, അനലിറ്റിക്കൽ ഐഡിയലിസം, പിന്നെ അങ്ങനെ പല സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടല്ലോ, മെറ്റാഫിസിക്സ്. ഇതൊന്നും ജസ്റ്റ് ഒരു ചെറിയതായിട്ടൊരു ഒരു മ്യൂസിക്സ്. അല്ല, ഇത് ഇപ്പോൾ കോൺഷ്യസ്നെസ് സ്റ്റഡീസിൽ ഫസ്റ്റ് അതായത് ഈ ഫസ്റ്റ് തോട്ട് പ്രൊവോക്കിംഗ് ബുക്ക് തോമസ് നാഗലിൻ്റെ ആണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ബി എ ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. അതിന് മുന്നേ പുള്ളി ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിരുന്നതാണ്, പേപ്പേഴ്സ് എഴുതിയിരുന്നതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഇതാണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ബുക്കായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അത് 70s എന്തോ വന്നതാണ്. അതിനകത്ത് പുള്ളി ബാറ്റിനെ യൂസ് ചെയ്യുന്നത് പെർസെപ്ഷൻ വയാ സോണോഗ്രാം ഉള്ള വേറൊരു, അതായത് നമ്മളിൽ നിന്ന് അത്രയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു വേറൊരു ജീവിയില്ല എന്നുള്ളതാണ് പുള്ളി പറയണത്. ഉണ്ട്, പക്ഷെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നൊരു ജീവിയില്ല എന്നുള്ള ലെവലിൽ. അതായത് ചിമ്പാൻസി ഒന്നും എടുക്കുന്നില്ല. കാരണം അതിപ്പോൾ നമ്മൾ ഐസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ലുക്ക് ലൈക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ, അതായത് ഇമാജിൻ ചെയ്ത് ക്ലോസറായിട്ട് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ബി എ ചിമ്പ് എന്നൊക്കെ എത്താൻ പറ്റും. ആ ഒരു പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയാണ് ബാറ്റിനെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ യുണീക്ക്, അതായത് ആ ബാറ്റിന് ഉള്ളിലും ഒരു മൂവി പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ആ കോൺഷ്യസ് എക്സ്പീരിയൻസിൻ്റെ ഫസ്റ്റ് പേഴ്സൺ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, അതിൻ്റെ യുണീക്ക്നെസ് ആണ് പുള്ളി അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അത് ഈ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒബ്ജക്ട്സിനെ സ്റ്റഡി ചെയ്യുന്ന, അല്ലെങ്കിൽ ഷെയർഡ് പെർസെപ്ഷനെ സ്റ്റഡി ചെയ്യുന്ന സയൻസിന് അതുവരെയുള്ള മെത്തഡോളജിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നല്ലോ. അതാണ് പുള്ളി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പിന്നീട് അപ്പോൾ ഈ ചാൾമേഴ്സ് 90s എന്തോ ആണ് ഈ പേപ്പർ പബ്ലിഷ് ചെയ്യണേ, ഹാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആ ടൈം ആയപ്പോഴേക്കും അവർ പല ലെവലിൽ ഇതിനെ ഡൈസെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെയാണ് നമുക്ക് ന്യൂറൽ കോറിലേറ്റ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, എന്ത് പറ്റില്ല എന്നുള്ളത്. അതൊരു ക്ലിയർ ഡിമാർക്കേഷൻ കൊണ്ടുവരാനാണ് പുള്ളി ശ്രമിച്ചത് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്സിൽ. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഫിനോമിനൽ കോൺഷ്യസ്നെസ്സും പിന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, അങ്ങനെയാണോ? അല്ല, പുള്ളി ഈസി പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഫങ്ഷണലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില റിയാക്ഷൻസ് ഒക്കെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ന്യൂറൽ മറ്റേ ബ്രെയിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ന്യൂറോൺ ഫയറിങ്ങും മറ്റേ ന്യൂറൽ സർക്യൂട്ടറി വെച്ചിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിനെന്താ വിളിക്കുന്നത്? ഇപ്പൊ ഈ ഈസി പ്രോബ്ലത്തിന് അതിനൊരു പേര് വിളിച്ചല്ലോ, ഏതോ നിങ്ങൾ പറയാറുണ്ട്. ഏത് ന്യൂറൽ കോറിലേറ്റ്സ് എന്നാണോ? അല്ല, ന്യൂറൽ കോറിലേറ്റ്സ് അല്ല. ഈസി പ്രോബ്ലത്തിന്
ഫങ്ഷണൽ ഫിനോമിനൽ റിയാലിറ്റി എന്നാണോ, അങ്ങനെയാണോ? അല്ല അത് പല പേപ്പേഴ്സിൽ പല ലെവലിലാണ്. അതായത് മെറ്റാ കോൺഷ്യസ്നസ് ആക്സസ് ഫിനോമിനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്റ്റിങ്ഷൻ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ആ പക്ഷേ ഫിനോമിനൽ കോൺഷ്യസ് എന്നുള്ളത് ആണ് ഈ ഹാർഡ് പ്രോബ്ലം വരുമ്പോൾ അവർ ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം. അതായത് ഫിനോമിനൽ കോൺഷ്യസ്നസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂസിങ് സയൻസ് ദാറ്റ് ഒക്കെ, അതാണ് ഫണ്ടമെന്റൽ അല്ലേ? അല്ല ആ ഫണ്ടമെൻറ്റാലിറ്റി വരുന്നത് അല്ല ഓക്കെ. അതായത് അതായത് അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എമർജൻസ് കാണിക്കേണ്ടത് സയൻസ് യൂസ് അപ്പൊ ചെയ്തത്. ഞാൻ പറയട്ടെ, അപ്പൊ മെറ്റാ കോൺഷ്യസ്നസ് ആക്സസ് ഫിനോമിനൽ, അപ്പൊ ഈ മറ്റേ ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആക്സസ് കോൺഷ്യസ്നെസ്സും അതായത് ഈ മെറ്റ എന്നുള്ളത് അവയർനെസ് അബൌട്ട് അവയർനെസ്സാണ്. ഇപ്പോൾ ആക്സസ് പ്ലാനിങ് കപ്പാസിറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഞാനതങ്ങനെ ഞാൻ ഫിനോമിനൽ ആൻഡ് റെസ്റ്റ് എന്നുള്ള ലെവലിൽ അതിനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രിക്റ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് അർത്ഥമില്ല. അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫിലോസഫിക്കൽ ഡിബേറ്റ്സിൽ പ്രത്യേകിച്ച് യൂസ് കണ്ടില്ല. ഞാനതങ്ങനെ എടുത്തിട്ടില്ല അത്. ഇപ്പോൾ ഹാർഡ് പ്രോബ്ലത്തിൽ അവർ പറയുന്നത്, അതായത് ഇപ്പോൾ പെയിൻ, ഡെപ്ത് ഓഫ് ഫീലിംഗ് ഓഫ് പെയിൻ ഇല്ല, അത് എത്ര സിംബോളിക്കലി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും സംതിങ് വിൽ റിമെയിൻ എന്നാണ് പറയണത്. അതുപോലെ ഫീലിംഗ് ഓഫ് ലവ്, പിന്നെ എന്താണ് വിവിഡ് എക്സ്പീരിയൻസ് ഓൺ എ ബ്രൈറ്റ് എന്താണ് സമ്മർ ഡേ, അതിൻ്റെയൊക്കെ ആ അനുഭവങ്ങളൊക്കെ എത്ര നമ്മൾ വിവരിച്ചാലും സംതിങ് വിൽ റിമെയിൻ. അപ്പം അത് ഫിനോമിനലി ഗ്രൗണ്ടഡ് ആണ് ആ സംഭവങ്ങൾ, അതായത് ഫിനോമിനൽ കോൺഷ്യസ്നെസ്സിൽ ഗ്രൗണ്ടഡ് ആണ്. ഒരിക്കലും സിംബോളിക്കലി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ. അതായത് അനലറ്റിക്കലി, അതായത് ആ കോൺഷ്യസ്നെസ് ആവുന്ന പ്രതിഭാസത്തിനെ എത്ര അനലറ്റിക്കലി റെഡ്യൂസ് ചെയ്താലും റെസിഡ്യൂ ഉണ്ട്. ആ റെസിഡ്യൂ ആണ് ഫണ്ടമെന്റൽ മാറ്റർ എന്നാണോ? അല്ലല്ല, ആ റെസിഡ്യൂ എന്നുള്ളത്, അതായത് ആ ഇൻഎഫബിലിറ്റി ഉള്ള ആ ആസ്പെക്റ്റ് അത് നിലനിൽക്കുന്നത്. പറ. അപ്പൊ നമുക്ക് സയൻസിന്റെ പരിധി കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? ഇത് സയൻസിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റാത്തത് സിംബോളിക്കൽ റിഡക്ഷൻ പറ്റാത്തതുകൊണ്ടാണ്. അതെ അതെ. അപ്പൊ ആ റെസിഡ്യൂ ആണല്ലോ ഒരു പറ്റാത്തത്. അതെ അതെ. ആ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് സയന്റിഫിക് റെൽമിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് കോറിലേറ്റ്സ് ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. അല്ല, അത് വാരി ചെയ്യുന്നതിനാണ് ഈ കോളിയ എന്ന് പറയണേ. അത് വേരി ചെയ്യുന്നതിനെയാണ്. അല്ല, കോളിയ എന്നുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് ഫിനോമിനൽ എക്സ്പീരിയൻസസിനെയാണ്. അത് അവിടെ ഒരു പ്രശ്നമുണ്ട്. സോഫാർ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനെ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കോൺഷ്യസ്നസ്, ആക്സസ്, മെറ്റ, ഫിനോമിനൽ ഉണ്ട്. അപ്പോ ഈ ഒരു പ്രായോഗിക തലത്തിലൊരു ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈസി പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് ഹാസ് ഓൾറെഡി ബീൻ സോൾവ്ഡ്, ഓർ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ടേംസ് ഓഫ് ന്യൂറൽ കോറിലേറ്റ്സ്. ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് സയന്റിഫിക് റെൽമിനോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ സർട്ടൺ ഇമോഷൻസും, ഇപ്പൊ പെയിൻ, പ്ലഷർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സിംബോളിക്കലി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ there is still residue left. But that also gives the suspicion that ഇത് ഫണ്ടമെന്റൽ ആണെന്നുള്ളത്. അങ്ങനെയാണോ? അല്ല, ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല സാറേ. ഇത് എക്സിസ്റ്റിംഗ് സാധനം പൊളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റെഫ്യൂട്ടേഷൻ സ്ട്രാറ്റജിയാണ്. അതായത് കറന്റ് സയൻസിന്റെ എന്താ പറയുക, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി സയൻസ് വെച്ചിട്ട്, സയൻസ് മെത്തഡോളജി ആൻഡ് ഡോമിനന്റ് മെറ്റാഫിസിക്സ്, അത് വെച്ചിട്ട്, അതായത് നിങ്ങൾ അവിടെ ഉദ്ദേശിച്ചത് ലോജിക്കൽ പോസിറ്റിവിസം അല്ലേ? മെത്തഡോളജി ലോജിക്കൽ പോസിറ്റിവിസത്തിന്റെയാണ്. അപ്പൊ ഈ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോമിനന്റ് 3 അല്ലേ?
ഈ സൈക്കിസം ക്യാമ്പ് അല്ലെങ്കിൽ അതായത് അല്ല സൈക്കിസം ക്യാമ്പിൽ ഡൊമിനൻ്റ് ഞാനിപ്പോ പാരസൈക്കിസം ഫിസിക്കലിസം തന്നെയാണ് ഡൊമിനൻ്റ്. മറ്റേതൊക്കെ അത്ര മൈൻഡ് ഷെയർ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അല്ല അത് മറ്റേ ആൾറെഡി ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ ഫിസിക്കലിസത്തില്. അതെ 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 സൈക്കോളജിയും ന്യൂട്ടോണിയൻ ഫിസിക്സും എല്ലാ സാധനവും അതിന്റെ മുകളില് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ സബ്ജക്ട് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എവറിത്തിങ് ഈസ് ആൻ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ലെവലിലാണല്ലോ എടുക്കണേ. ഉം. അപ്പൊ ഓക്കെ. അപ്പൊ ഈ പുസ്തകം ശരിക്കും ഇപ്പൊ വെർച്വൽ വേൾഡ് ഇപ്പൊ സിമുലേഷൻ ഹൈപ്പോത്തസിസ് ഒക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഈ ബുക്ക് എന്താണ് ഫണ്ടമെന്റലി അവർ ഡീൽ ചെയ്യുന്നത്? അല്ല ഈ ബുക്കിൽ പുള്ളി ഒരു അല്ല എനിക്ക് മനസ്സിലായത് പുള്ളി ആ ഒരു സിമുലേഷൻ ഹൈപ്പോത്തസിസിനെ വെച്ചിങ്ങനെ കളിക്കുകയാണെന്നാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു unnecessary ഇൻട്രസ്റ്റിംഗ് റീഡ് എന്ന് പറഞ്ഞാലേ കൊളാട്രൽ നോളജ് ഉണ്ട് ഈ പുസ്തകത്തിനുള്ളിൽ മറയ്ക്കുമ്പോ. ഇപ്പൊ ഈവൻ ഈ സെഷൻ പോലും അതെ 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 അല്ല പക്ഷെ പുള്ളി ഒരു അല്ല എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പുള്ളി ഒരു അൺനെസസറി ഡീവിയേഷൻ എടുത്ത ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഇത് കണ്ടപ്പോൾ. ദാറ്റ് ഈസ് ബിക്കോസ് ഇപ്പൊ നിങ്ങള് മറ്റേ സീരിയസ് ആയിട്ട് ഇത് റിസർച്ച് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഡിബേറ്റ് ചെയ്തോണ്ടിരിക്കണ ആയതുകൊണ്ട് അല്ലേ? അതെ അതെ. പിന്നെ അതല്ല അതായത് ഒരു ഫിസിക്കലിസം പുള്ളുണ്ട്. അതായത് പുള്ളിക്കും അതുണ്ടോ? അത് സാറ് ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ഈ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഇനീഷ്യൽ അതെ അതെ അതിന്റെ കണികളാണോ ഈ ബുക്കിലുള്ളതെന്നുള്ളതാണ് എൻ്റെ. അല്ല അത് ഞാൻ പറഞ്ഞല്ല ശരിക്കും. അത് ഈ ബാബു തളിയത്ത് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ട് ജർമ്മൻ ഭാഷയുടെ ഒക്കെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പുള്ളി ട്രാക്ടക്കസിന്റെ 100ാം വാർഷികത്തിന് മറ്റേ ദില്ലി ദാലിയോ അങ്ങനെ ഒരു ചാനലില് പുള്ളി 1 മണിക്കൂർ ടോക്ക് ഉണ്ട്. അപ്പൊ അതിലാണ് ഈ വിറ്റൻസ്റ്റൈനും ഒക്കെ എത്ര മാറിക്കഴിഞ്ഞാലും അവരുടെ ഫസ്റ്റ് ഫിലോസഫിയുടെ പുള്ളുണ്ടെന്ന്. ഓക്കെ അല്ല അപ്പൊ നമുക്ക് വി വിൽ റെസ്യൂം അവർ പ്രസന്റേഷൻ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലമായി. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്കിം ചെയ്ത് നോക്കും. നാരദന്റെ ഡ്രീമും പിന്നെ ഒരു ചൈനീസ് ഡ്രീമൊക്കെ വെച്ചിട്ട് പുള്ളി തുടങ്ങുന്നത്. ഓക്കെ അപ്പൊ ഷീ ബുക്ക് ഏതാ അല്ല ഇത് റിട്ടയർ ചെയ്യുമ്പോൾ പുള്ളിയുടെ ഫാന്റസീസ് ഒക്കെ എഴുതിയേക്കുന്ന അതായത് എല്ലാ മറ്റേ സയന്റിസ്റ്റുകളും മറ്റേ സ്പിരിച്വലിസത്തിലേക്ക് അതിനെന്തോ പറയുമല്ലോ നോബൽ മറ്റേ നോബൽ ഡിസീസ് നോബൽ ഡിസീസ് ആണോ നോബൽ ഡിസീസ് ആണോ എന്ന് പിന്നെ നമുക്ക് ആലോചിക്കാം അല്ലേ? ഓക്കെ. അപ്പോ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പുസ്തകത്തിലെ ചാപ്റ്റർ 8 ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോയില് ഒരു ബൈനറി നമ്പർ സിസ്റ്റവും ഒരു കാർഡാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഗോഡ്ഫ്രിഡ് വിൽഹം വോൺ ലെബനിറ്റ്സ് എന്നാണ്. പുള്ളി ഒരു ജർമ്മൻ ഫിലോസഫറാണ്, മാത്തമാറ്റീഷ്യനാണ്, ഡിപ്ലോമാറ്റ് ആണ്. അപ്പോ ഈ ഡ്യൂക്ക് ഓഫ് ഹാനോവർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ചരിത്രം എഴുതലും പിന്നെ 30-year-old വാറിലൊക്കെ വേണ്ടി കുറെ ഒരു ടവറിങ് ഇന്റലക്ട് ഓഫ് 17th century ആണ്. അപ്പോ കാൽക്കുലസിന്റെ കോഇൻവെന്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ ആണോ ലെബനിറ്റ്സ് ആണോ മറ്റേ കാൽക്കുലസ് ഇൻവെന്റ് ചെയ്തെന്നുള്ളൊരു പ്രൈമസി വാർ അവർ തമ്മിലുണ്ട്. ബുക്കുകളൊക്കെ ഉണ്ട് കാൽക്കുലസ് വാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലെബനിറ്റ്സ് പല സ്ഥലത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെബനിറ്റ്സിന്റെ ഒരു ഫേമസ് കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഓഫ് ഈവിൾ പുള്ളിക്ക് പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി അതിനെ കുറിച്ച് സ്റ്റഡി എടുത്തിട്ട് പറഞ്ഞു ലോകത്തില് നല്ല മറ്റേ എന്താ പറയാ ഈ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വരുമായിരുന്നു. അപ്പൊ ലെബനിറ്റ്സ് പറഞ്ഞ എന്താന്ന് വെച്ചാല് ദൈവം പുള്ളിക്ക് പറ്റാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വേൾഡാണ് ക്രിയേറ്റ് ചെയ്തത്. പുള്ളി നല്ലത് മാത്രമുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോ കാര്യങ്ങളൊന്നും ഫിറ്റ് ആയില്ല. അപ്പൊ പുള്ളി ഗുഡും ഈവിളും കൂടി ചേർത്തൊരു ജുഡീഷ്യസ് മിക്സ് എടുത്തിട്ട് ചിലപ്പോൾ ഒരു കോംപ്ലിമെന്ററി ഇതായിട്ട് വേൾഡ് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചൈനീസ് ഫിലോസഫിയില് ഇപ്പൊ ഇവിടെ വേദാന്തം പറഞ്ഞാല് ഇൻ യാങ് സിമ്പൽ ഉണ്ട്. ഇൻ എന്നുള്ളത് ഫെമിനൈൻ ക്വാളിറ്റീനെയും യാങ് എന്നുള്ളത് പുരുഷന്റെ ക്വാളിറ്റീനെയാണ് കാണിക്കുന്നത്. അപ്പോ ഈ റൈറ്റ് സൈഡില് കാണുന്ന സർക്കിള് അത് ഇൻ യാങ് ആണ്. അപ്പോ ഈ ഇന്നാണോ വലുത് യാങ് ആണോ വലുത് എന്നുള്ളത് നമ്മള് കോണ്ടെക്സ്റ്റ് ആണ്
തീരുമാനിക്കണേ. അപ്പോൾ രണ്ടിനും പ്രൈമസി ഇല്ല. അപ്പോൾ വേൾഡ് എപ്പോഴും ഒരു ഡ്യുവാലിറ്റി ഉണ്ട് വേൾഡിന്. ആ ഡ്യുവാലിറ്റിയിൽ ഏതാണ് ശരി ഏതാണ് ഇതെന്നുള്ളത് നമുക്ക് ഒരു ഡിമാർക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പോ ഈ ഐച്ചിങ്ങിന്റെ ഉള്ളിൽ ഇൻ യാങ് ഒരു ബ്രോക്കൺ ലൈൻ ആണെങ്കിൽ അത് ഇൻ ആണെന്ന്, ബ്രോക്കൺ അല്ലാത്ത ലൈൻ ആണെങ്കിൽ യാങ് ആണ്. ഇപ്പൊ ലെബനിറ്റ്സിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പടത്തില് 6 ലൈൻ സെഗ്മെന്റ്സ് കാണാം. ബ്രോക്കൺ ആയിട്ടുള്ളത് ഇൻ യാങ് ആണ്. അപ്പൊ പുള്ളി അതിൽ നിന്നാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിന് വെസ്റ്റിലോട്ട് ഒരു ഇതുണ്ടാക്കിയതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ അടുത്ത സെന്റൻസ് കൂടി ഒന്ന് വായിക്കാം. അപ്പോ ഇത് ചാപ്റ്റർ 8ലാണ്. അപ്പോ ഈസ് ദ യൂണിവേഴ്സ് മെയ്ഡ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോ ഈ ഈ ഈ സെഷൻ തന്നെ തുടങ്ങാൻ തന്നെ കാരണം ഇതാണ്. ഞാനിപ്പോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇൻ 1679 ഗോട്ട്ഫ്രിഡ് വില്യം ലെബനിറ്റ്സ് ഇൻവെന്റഡ് ദി ബിറ്റ് എന്നുള്ള ഇപ്പൊ അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്, അല്ലെങ്കിൽ അത് പുള്ളിയാണ് വെസ്റ്റില് അത് ഇൻവെന്റ് ചെയ്തത്. ദ ജർമ്മൻ ഫിലോസഫർ ആൻഡ് മാത്തമാറ്റീഷ്യൻ ഈസ് സെലിബ്രേറ്റഡ് ആസ് co-inventor along with Isaac Newton of the calculus. ഇപ്പോൾ കാൽക്കുലസ് ഇപ്പോൾ ന്യൂട്ടണും ലെബനിറ്റ്സ് ആണെങ്കിലും കുറെ നല്ല റിസൾട്ട്സ് നമ്മുടെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ന്യൂട്ടൺ ഗ്രിഗറി സീരീസിനെ മാധവ ഗ്രിഗറി സീരീസ് എന്നൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് അക്നോളജിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് കേരള ആൻഡ് ഇന്ത്യ ഇൻ ദ മാത്തമാറ്റിക്കൽ റൺ. He also designed and built out one of the first mechanical calculators. പുള്ളി ലോജിക്കിനെ പുള്ളി വിളിച്ചിരുന്നത് കാൽക്കുലസ് റേഷ്യോസിനേറ്റർ. റേഷ്യോസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡയലക്ടിക്സ് അല്ലെങ്കിൽ റേഷ്യോസിനേഷൻ, ലോജിക്കിനെ റേഷ്യോസിനേറ്റർ എന്നാണ് വിളിച്ചിരുന്നത്. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് ഒപ്റ്റിമിസ്റ്റിക് തെസിസ് ദാറ്റ് വി ലീവ് ഇൻ ദ ബെസ്റ്റ് ഓഫ് ഓൾ പോസിബിൾ വേൾഡ്. ഇതാണ് ഈ വളരെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് നൺ ഓഫ് ഹിസ് ഐഡിയാസ് was more important than the invention of binary number system on which all modern computers are based. അപ്പോൾ ലെബനിറ്റ്സ് 1679ലാണ് 1854ലാണ് ജോർജ് ബൂള് ലോസ് ഓഫ് തോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കുറച്ചുകൂടി ബൈനറി നമ്പർ സിസ്റ്റത്തിനെ ഫോർമലൈസ് ചെയ്യുന്നത് ബൂളിയൻ ആൽജിബ്ര വഴിയാണ്. അതിനെയാണ് ക്ലോഡ് ഷാനോൺ 1948 ഇൻഫർമേഷൻ തിയറിയുടെ 3 ലോസ് പ്രപ്പോണ്ട് ചെയ്തിട്ട് ഇന്ന് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ഈ രീതിയിൽ ആവാനുള്ള കാരണം. അപ്പോൾ ഇത് പ്രട്ടി മച്ച് നോൺ ആണ്. അതേമാതിരി തന്നെ ഇന്ത്യയിൽ പ്രൊസീഡി അല്ലെങ്കിൽ ഈ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊക്കെ എന്താ പറയുക, ലഘു ഗുരു തിരിക്കുക, സിലബിള് ഷോർട്ട് സിലബിൾ ആണോ ലോങ് സിലബിൾ ആണോ എന്നുള്ളതാണ് ലഘു ഗുരു. പിന്നെ ഇത് ഒരു പ്രത്യേക രീതിയിൽ ഇപ്പൊ 3 സിലബിളിന്റെ 5 എണ്ണം ആയിരിക്കും ഒരു ലൈൻ. അങ്ങനെയാണെങ്കിൽ അത് ഇന്ന വൃത്തമാണ്. അല്ലെങ്കിൽ 4 സിലബിളിന്റെ ഒരു ഈരടിയിൽ 4 സിലബിളിന്റെ 8 എണ്ണം ഉണ്ടെങ്കിൽ അത് അനുഷ്ടുപ്പ് വൃത്തമാണ്. ഇപ്പൊ ഭഗവത്ഗീത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ ലിംഗ്വിസ്റ്റിക്സിലും ഈ ബൈനറി നമ്പർ സിസ്റ്റം, പെർമുട്ടേഷൻ, കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ, പക്ഷെ എങ്കിലും ഇത് വായിച്ചപ്പോഴാണ് ഐച്ചിങ് എന്നുള്ളൊരു പുസ്തകമാണ് ലെബനിറ്റ്സിനെ ഇത് ഇൻസ്പയർ ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. ഐച്ചിങ്ങിന്റെ ഒരു കോപ്പി ഞാൻ ഒരു 4 മാസം മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊരു ടിബറ്റൻ ബുക്ക് ഓഫ് ഡെഡ് മാതിരി ഒരു ബുക്കാന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് അതിന്റെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പൊ ഇനി 1703 essay explanation of binary arithmetic. Leibniz draws inspiration from the I Ching, the ancient Chinese book of changes. The I Ching uses hexagrams, stacks of 6 horizontal lines, one under another for divination. Divination ഉദ്ദേശിക്കുന്നത് ഒരുതരം പ്രഡിക്ഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ കാണാം അത് ഡിവൈൻ പ്രഡിക്ഷനോ അങ്ങനെ വേണമെങ്കിൽ കാണാം. The hexagram can be understood as simple binary code based on the distinction between yin and yang. അപ്പോൾ ഇന്നിനെ നമുക്ക് 0 ആയിട്ടും യങ്ങിനെ നമുക്ക് 1 അല്ലെങ്കിൽ അതർ വേ റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കാർഡ് 2:6 കോമ്പിനേഷൻസ് വരും. അതായത് 64 വരും. അങ്ങനെ 64 പിക്ചർ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടോസ് ഇട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഹെഡ് ഓർ ടെയിലോ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റാക്ക് ഓഫ് 6 ഐറ്റംസ് ഉണ്ടാക്കാം. എന്നിട്ട് അവിടെ ലുക്കപ്പ് എടുത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രഡിക്ഷൻസ് ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്.
In is encoded as broken line, whereas yang is encoded as an unbroken line. Each line corresponds to binary digit or bit. അപ്പൊ ഇത് കണ്ടപ്പോഴാണ്, ഈ പടം കണ്ടപ്പോഴാണ് ഐച്ചിങ് ബുക്ക് ഞാൻ എടുത്തു നോക്കുകയും അതില് ബൈനറി നമ്പർ സിസ്റ്റം ത്തിന് ഒരു എന്താ പറയാ ചൈനീസ് ഓൾഡ് ബുക്കായിട്ട് കണക്ഷൻസ് ഉണ്ടെന്നും, ഈ ബൈനറി നമ്പർ സിസ്റ്റം ഇന്ത്യയില് ചന്തശാസ്ത്രം പിങ്കളാചാര്യ, അതായത് ഒരു ഗ്രമേറിയനാണ് BC-യിലുള്ള പുള്ളി ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഐച്ചിങ്ങും ഇതും തമ്മിലുള്ള കണക്ഷൻ ആക്സിഡന്റലി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഈ ഇൻ യാങ് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഇവൻ ഇപ്പം ഞാൻ എഴുതിയ 2 പുസ്തകത്തിലും റിയാക്റ്റീവ് പ്രോഗ്രാമിങ്ങിന്റെ ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഇൻ യാങ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിംബോളിസത്തിന് ഒരു പ്രത്യേക മീനിങ് ഉണ്ട്. റിയാക്റ്റീവ് പ്രോഗ്രാമിങ്ങും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും നമുക്ക് ഈ അതുവഴി ഡെപ്പിക്ട് ചെയ്യാൻ പറ്റും. അതിന് ഒരു എന്താ പറയാ, ഈ ബൈനറി നമ്പർ സിസ്റ്റമായിട്ടും ചൈനീസ് ബുക്ക് ഓഫ് ഡിവിനേഷൻ ഡിവൈൻ പ്രഡിക്ഷൻ അതായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഐച്ചിങ്ങിനെ കുറിച്ച് ഞാൻ വായന തുടങ്ങിയിട്ടുള്ളൂ. ഐ ഹോപ്പ് ഓക്കെ ബൈ പൂളിംഗ് റിസോഴ്സസ് വി വിൽ ഹാവ് 1 സെഷൻ ഓൺ ഐച്ചിങ് ഇറ്റ് സെൽഫ് ആൻഡ് ലെബനിറ്റ്സിന്റെ വർക്കിനെ കുറിച്ചും ഫ്യൂച്ചറിലുണ്ടാവും. അപ്പോൾ ശരത്ത് എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഇല്ല ഹലോ, കേൾക്കാമോ? പറഞ്ഞോ. ഇല്ല പ്രത്യേകിച്ച് കമന്റ് ഇല്ല. ഈ മറ്റേ ലഘു ഗുരു അതിനെ പറ്റി സാർ ഇതിൽ ഈ കോണ്ടെക്സ്റ്റിൽ അല്ല, അങ്ങനെയല്ല. ഈ ലഘു ഗുരു വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ എന്താ പറയാ ഒരു ലഘു എന്ന് തുടങ്ങുകയാണെന്ന് വെച്ചാൽ ഒരു സീക്വൻസ് ഓഫ് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ആൽഫബറ്റിന്റെ സീക്വൻസ് ലഘുവിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അടുത്ത N-2 ഐറ്റംസേ ഉണ്ടാവുള്ളൂ. അത് ഗുരു എന്ന് തുടങ്ങുകയാണെങ്കിൽ അത് N-1 അല്ല, ലഘു എന്ന് തുടങ്ങുകയാണെങ്കിൽ N-1ഉം ഗുരു എന്ന് തുടങ്ങുകയാണെങ്കിൽ N-2 അങ്ങനെ നോക്കുമ്പോൾ ഫിബൊനാച്ചി നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലിപ്പോ 4 സിലബിളുള്ള ഒരു വേർഡാന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ പോസിബിൾ എന്താ പറയാ പെർമുട്ടേഷൻസ് എന്താന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൽ വാലിഡ് ആയിട്ടുള്ളത് സബ്സെറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളും കോമ്പിനേറ്റോറിക്സിൽ കുറെ വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോ സിലബിളാണ്. അപ്പൊ ലോങ് സിലബിളിനെ ഗുരു എന്നും ഷോർട്ട് സിലബിളിനെ ലഘു എന്നും നമ്മൾ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സാധനം, മനസ്സിലായോ? അങ്ങനെയാണ് ഈ എന്താ പറയാ മഞ്ജരി, നദോന്നത, അങ്ങനെ പല മാലിനി, അങ്ങനെ പല ഋത്വ അലങ്കാരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ പോയി നോക്കേണ്ടി വരും അത്. അപ്പൊ അവിടെ ഈ ഐച്ചിങ്ങില് ഇൻ യാങ്ങിന്റെ സ്റ്റാക്ക് ഓഫ് കാർഡ്സിന്റെ ഉള്ളിലാണ് ബൈനറി നമ്പർ സിസ്റ്റം ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ പിങ്കളയുടെ ചന്തശാസ്ത്രത്തിലും ഈ പറഞ്ഞ പാസ്കൽസ്, നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പാസ്കൽസ് ട്രയാങ്കിൾ ഉണ്ട്, അതിന് കോമ്പിനേറ്റോറിക്സ് ആയിട്ടുള്ള അതിന്റെ മേരി പ്രസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ പെർമുട്ടേഷൻ കോമ്പിനേറ്റോറിക്സിനെ കുറിച്ച് പ്രതിപാദനമുണ്ട്. പുള്ളി ഒരു ബൈനറി നമ്പർ സിസ്റ്റം വരെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ദാറ്റ് ഈസ് ഓൾസോ വർത്തി ഓഫ് ആക്ച്വലി ടേക്കിംഗ് എ ലുക്ക് അറ്റ് ഇറ്റ് അലോങ് വിത്ത് ദിസ്. അതാണ് അതിന്റെ ഇത്. പിന്നെ ഇപ്പൊ ഈ സ്ലൈഡില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബെസ്റ്റ് ഓഫ് ദ പോസിബിൾ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്ന് ഭയങ്കര ഒരു ന്യൂട്ടൺ വേഴ്സസ് ലെബനിറ്റ്സ് ആരാണ് കാൽക്കുലസ് ഇൻവെന്റ് ചെയ്യുന്നത് പ്രൈമസി വാറുണ്ടായിരുന്നു. അപ്പൊ ഇന്റലക്ച്വൽസ് 2 ക്യാമ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, പ്രൈമറിലി ഇംഗ്ലീഷുകാര് ന്യൂട്ടൺ ആണെന്നും കോണ്ടിനെന്റൽ ആൾക്കാര് ലെബനിറ്റ്സ് ആണെന്നാണ് വിശ്വസിച്ചെങ്കിലും, ഈ ഇവരുടെ ഇടയിൽ അപ്പുറത്ത് ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് ആയ വോൾട്ടയർ ഒരു ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ആ ബുക്കിന്റെ പേര് എന്താ പറയാ കാൻഡിഡേ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഡ്രാമയാണ്. ഞാനിത് ഒരു ബുക്ക് സ്റ്റോളിൽ പോയപ്പോ കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചാണ്, പക്ഷെ ഐ വെന്റ് അറ്റ് റെഡ് ഇറ്റ്. അപ്പൊ അതിൽ ഡോക്ടർ പാൻഗ്ലോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതായത്
അയാൾ ലെബനിറ്റ്സിനെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എംബാരസ്മെന്റ് ലെബനിറ്റ്സിനെ ഫേസ് ചെയ്യേണ്ടി വന്നു, ബെസ്റ്റ് ഓഫ് ദി പോസിബിൾ വേൾഡിനെ കുറിച്ച് പുള്ളി പറഞ്ഞുകൊണ്ട്. അതേമാതിരി തന്നെ ലെബനിറ്റ്സിന്റെ കിങ് മറ്റേ ഇതായിരുന്നു, നമ്മുടെ എന്താ പറയാ, ഈ ഇംഗ്ലണ്ടിലെ രാജ്ഞിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ ലെബനിറ്റ്സിനെ അവിടെ തഴഞ്ഞു. അങ്ങനെ ലെബനിറ്റ്സിന്റെ ശവകുടീരത്തില് അയാളുടെ സെക്രട്ടറി വെച്ച് ആരും ഉണ്ടായില്ല, അത്രയും ടവറിങ് ഫിഗറായിട്ട്. അപ്പോ ഈ കോണ്ടെക്സ്റ്റില് ഐച്ചിങ്ങും പുസ്തകത്തിന്റെ റെലവൻസും അതിന്റെ ബൈനറി നമ്പർ ആയിട്ടുള്ള കൊണോട്ടേഷനും ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. കോപ്പൈലറ്റ് പറഞ്ഞ ഹൗ ബൈനറി നമ്പർ സിസ്റ്റംസ് ആൻഡ് ഐച്ചിങ് ആർ കണക്റ്റഡ്. ഹിൻഡ് ലെബനിറ്റ്സും കൊടുത്തപ്പോ you are diving into one of the fascinating intersection of mathematics and philosophy. Gottfried Wilhelm Leibniz, the 17th century polymath. അപ്പൊ പുള്ളി ഒരു ലാസ്റ്റ് പോളിമാത്ത് പുള്ളിയാണെന്ന് പറയുന്നത്. ഇപ്പൊ പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ മാത്തമാറ്റിക്സ് അറിയാന്നല്ല, കുറെ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ആളെ പണ്ട് വിളിച്ചിരുന്നതാണ് പോളിമാത്ത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നോളജ് അവർ 18 അവേഴ്സിൽ ഡബിൾ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തില് പോളിമാത്സ് ഇപ്പൊ ഉണ്ടാവും എന്നുള്ള ഡൗട്ട് ഉണ്ട്. ഇപ്പൊ മാത്തമാറ്റിക്സിന്റെ 100,000 years ഇതുണ്ട്. വാസ് ഇൻസ്പയർഡ് ബൈ ദി ഐ ചിങ്, an ancient Chinese text in its development of binary number system. The I Ching uses hexagrams, combination of 6 lines, which can either be broken, representing yin, and unbroken, representing yang. These lines form 64 unique hexagrams, 2 raised to 6, which Leibniz recognized as a binary representation. He saw a parallel between I Ching's dualistic yin-yang system and his binary arithmetic, which uses only zeros and ones. Leibniz even wrote about this connection, noting how the I Ching hexagram could be mapped to binary numbers ranging from 000 to 6 zeros to 11. This realization reinforced his belief in the universality of binary logic, which later became the foundation of modern computing. അപ്പോ അല്ല നമ്മൾ ഇതൊരു പറഞ്ഞോ ഇല്ല നമ്മൾ നേരത്തെ കോളിയനെ പറ്റി പറഞ്ഞില്ലേ, അപ്പം അത് ആ ഡിസ്റ്റിങ്ക്റ്റ് അനുഭവങ്ങളാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു ഇതുണ്ടെങ്കിൽ അവിടെ ഇതില്ല, ഇൻഫർമേഷൻ ഇല്ല. വേരിയേഷൻ വന്നാലേ ഇൻഫർമേഷൻ ഉള്ളൂ. അപ്പോൾ അതായത് ബൈനറി സിസ്റ്റമായിട്ടൊക്കെ ബന്ധമുണ്ട് ശരിക്കും. അതായത് ആ സിംബോൾ, അതായത് അറ്റ്ലീസ്റ്റ് 2 കോൾ വേണം, 2 കോൾ വേണം. QUALE കോൾ എന്നുള്ളത് പ്ലൂറലാണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. എന്നാലും നമുക്ക് ഇൻഫർമേഷൻ തിയറിയുടെ സാധനം ഉണ്ടോ? അതായത് എൻട്രോപ്പി ആണ്, അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി എന്നുള്ളത് നമുക്ക് പിന്നീട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ വേൾഡ് കൺസ്ട്രക്ഷന് അറ്റ്ലീസ്റ്റ് 2 എണ്ണം വേണ്ടി വരും എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ സീക്വൻസ് വെച്ചിട്ടാണ്, അതായത് അപ്പോൾ നമ്മൾ ടൈമിലോട്ടൊക്കെ കയറേണ്ടി വരും. പിന്നെ അതായത് നിങ്ങൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബൈനറി നമ്പർ സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ക്വാൾ അല്ലെങ്കിൽ കോളിയ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗുഡ് ഇനിഷ്യൽ സ്റ്റാർട്ട് ആണെന്നാണ് പറയുന്നത്. അല്ല അങ്ങനെയല്ല, ഞാൻ ഇപ്പം നമ്മൾ സിംബോളിസം ആൻഡ് പ്രോഗ്രാമിംഗ് ആണല്ലോ. അപ്പോൾ ഈ സിംബോളിക് റിലേഷൻഷിപ്സ് ഇങ്ങനെ കണക്ഷൻസ് പറഞ്ഞാണ്. അതായത് ആ ഒരു ഫണ്ടമെൻ്റൽ റിയാലിറ്റി വരുമ്പോൾ ഈ ആ അറ്റ്ലീസ്റ്റ് 2 ഇത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് പിന്നെ, അതായത് സാറിന് 2 അനുഭവങ്ങളുണ്ട്, അവിടെ നിന്നേ വേൾഡ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആവുള്ളൂ. അതായത് കോൺട്രാസ്റ്റ് വേണമെന്നാണ് പറയുന്നത് 2 അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ല. അതായത് ബൈനറി സിസ്റ്റം എങ്കിലും വേണം മിനിമം. അതായത് 2 സാധനം വരുന്നു, പിന്നെ സീക്വൻസ് വേണം അതിന്റെ. ഓക്കെ. അതായത് കറസ്പോണ്ടൻസ് ഇല്ലാത്ത സ്ഥലത്താണ് ഇൻഫർമേഷൻ ഉള്ളത് അല്ലെ? 2 സീക്വൻസ് കറസ്പോണ്ടൻസ് ഇല്ലാത്തടത്താണ് അല്ല, പക്ഷെ ഇൻഫർമേഷൻ തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 1101 എന്ന സ്ഥലത്ത് അടുത്തത് 1101 ആണെങ്കിൽ അവിടെ ഇതില്ലല്ലോ, അവിടെ കറസ്പോണ്ടൻസ് ഇല്ലേ 1 to 1? അല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രസൻസ് ആൻഡ് ആബ്സെൻസ് എന്നുള്ളതും എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം
മാത്രം മതിയാവും. ഡിഫറൻസ് അറിയണം. ഓക്കെ ഓക്കെ അല്ല, മനസ്സിലായി. അപ്പോഴും രണ്ടാണ്. കോളിയ പോയിന്റ് ഓഫ് വ്യൂ രണ്ടാണ്. കാരണം ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ അത് അനുഭവമാണല്ലോ. മനസ്സിലായി. ഓക്കെ, ഇപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ തിങ്, ഇപ്പൊ ഇതാണ് ഈ ഐച്ചിങ് ഫണ്ടമെന്റലി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിങ്കളയുടെ ചന്തശാസ്ത്രയിലേക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ പിങ്കള ജാരിയ ചന്തശാസ്ത്രം എന്നാണ് ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലഘു ഗുരു വൃത്തം അലങ്കാരം, അതിന്റെ സ്റ്റഡിയാണ്. പ്രൊസോഡി എന്നാണ് എഴുതണ, പ്രൊസീഡി എന്നാണ് സ്പെല് ചെയ്യണേ. Pingala's Chandashastra, a treatise on Sanskrit prosody, introduced a system of representing poetic meters using short Legu എന്ന് പറഞ്ഞാൽ 0 item and long Guru syllables. These syllables can be seen as the earliest form of binary representation, akin to zeros and ones in modern binary systems. അപ്പൊ ഇവിടെ ആക്ച്വൽ എൻകോഡിങ് നടന്നുണ്ട്. ഇൻയാങ്ങില് ഹെക്സാഗ്രാം ആണ് വരച്ചത്. അപ്പൊ ലെബനിറ്റ്സ് അതിലൂടെ കാണുകയാണ് ചെയ്തത്. ഇവിടെ എൻകോഡിങ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കോമ്പിനേറ്റോറിക്സ് ആൻഡ് സബ്സെറ്റ്. Pingala's work on enumerating metrical patterns laid the groundwork for combinatorics. He explored how different combinations of Legu and Guru syllables could form various poetic meters, which is conceptually similar to generating a subset of a set. അതായത് ഇപ്പൊ സിലബിൾസ് 3 സിലബിൾ കൂടിയതാണോ 4 സിലബിൾ കൂടിയുള്ള വേർഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ചാൾ മുമ്പ് ക്ലബ് ഹൗസിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കോൺഷ്യസ്നെസ് എന്നുള്ളൊരു പദം, ബോധം, അത് വേദാന്തത്തിലൊന്നുമില്ല. അത് ക്ലബ് ഹൗസിൽ ഏതാണ്ട് വേദവ്യാസനോ അങ്ങനെ അത് മറ്റേ വെളിച്ചപ്പാട് ബോധം ടീംസ് ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ആരോപണം വന്നു. അപ്പോൾ എൻ്റെ ഒരു തിരിച്ച് ഇതെന്തായിരുന്നു വെച്ചാല്, ഈ ശങ്കരാചാര്യ കൃതികളിലൊക്കെ ഉണ്ട് ഈ ബോധം എന്നുള്ളത്, ആത്മബോധം എന്നൊക്കെ പറഞ്ഞ കൃതിയൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു ടേക്ക് എന്തായിരുന്നു വെച്ചാല്, ചിലപ്പോ അനുഷ്ടുപ്പ് വൃത്തത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃത്തത്തില് പ്രജ്ഞ എന്ന് കൊടുത്താലേ ചിലപ്പോ ഈ മീറ്ററിന്റെ റൂൾസ് ഫോളോ ചെയ്യുള്ളായിരിക്കും, ബോധം പറ്റില്ലായിരിക്കും. അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോ പലർക്കും അത് ലോജിക്കലായിട്ട് തോന്നി. ചെറുതെ അല്ല, എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റ്. അതെ അതെ. അപ്പൊ പിന്നെ ഫിബൊനാച്ചി നമ്പർ, ഇൻ ഹിസ് അനാലിസിസ് ഓഫ് മെന്റൽ പാറ്റേൺസ്, പിംഗള ഡിസ്ക്രൈബ്ഡ് എ സീക്വൻസ് കോൾഡ് മാത്ര മേരു. മാത്ര മീൻസ് മെഷർ, മേരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ മൗണ്ടൻ അല്ലെങ്കിൽ കുന്ന്. ഓക്കെ, അതിപ്പോ നമ്മള് ഇവിടെ അതിൻ്റെ ഒരു ഇത് കണ്ടല്ലേ, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ മേരു പ്രസ്താര, അതായത് പാസ്കൽസ് ട്രയാങ്കിളിനെ വിളിക്കുന്നതാണ്. അതായത് ഇത് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നതാണ്. Pingala described a sequence called Matra Meru, which corresponds to the Fibonacci sequence. The sequence arises when calculating the number of ways to arrange syllables in a meter. അപ്പൊ സിലബിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ മാക്സ് എന്താന്നുള്ളത് നമ്മൾ നോക്കണം. വേറെ ഈച്ച് അസൈൻമെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം ഓഫ് ദി പ്രീവിയസ് ടു. ഫിബൊനാച്ചി നമ്പർ അതിൻ്റെ ഉള്ള ഇതുണ്ട്. പിന്നെ പെർമുട്ടേഷൻ. ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് സിലബിൾസ് ഇൻ പിംഗളാസ് വർക്ക് റിഫ്ലെക്ട്സ് ആൻഡ് early understanding of permutations. He provided methods to enumerate all possible arrangements of syllables within a given metrical structure. അപ്പൊ എങ്ങനെയാണ് പെർമുട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്ക് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പാസ്കൽസ് പിംഗള വർക്ക് ആൾസോ ഗിൻസ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് പാസ്കൽസ് ട്രയാങ്കിൾ, as he used binomial coefficients to calculate the number of metrical combination. This is a cornerstone of combinatorics and has applications in probability and algebra. അപ്പോൾ നെറ്റിലൊക്കെ തപ്പിയാൽ മതി, ബുക്സും ഉണ്ട് ചന്ദ്രശാസ്ത്രയുടെ. അപ്പോ ഐച്ചിങ് മാതിരി തന്നെ നമ്പർ ഈ കോമ്പിനറ്റോറിക്സിൽ വളരെ ഫണ്ടമെന്റൽ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ഇത് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഈ ഇൻ യാങ് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇപ്പൊ ഈ കാണുന്നത് ഈ ഇവാൽ ആൻഡ് അപ്ലൈ ആണ്. അപ്പൊ സൂം ചെയ്ത് നോക്കാം പറ്റുമോ എത്ര.
ഒരു ഓൺലൈൻ ബുക്ക് വെബ്സൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ബുക്കിൻ്റെ, അതിൽ കാണാൻ പറ്റും. അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊരു ഫേമസ് ബുക്കാണ്, സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം, SICP. ഇപ്പൊ നിങ്ങളൊരു സീരിയസ് പ്രോഗ്രാമർ ആണ്, നിങ്ങൾ ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ എ റീസണബിളി ഗുഡ് പ്രോഗ്രാമർ, ഇത് സ്കീം വെർഷന്റെ ആണ്, ഒരു ജാവാസ്ക്രിപ്റ്റ് വെർഷൻ അവൈലബിൾ ആണ്. സ്കീം എന്ന് പറഞ്ഞ ലാംഗ്വേജ് എഴുതിയതാണ് SICP. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് വെർഷനും അവൈലബിൾ ആണ്. അപ്പൊ അതില് ലാംഡയും കൊടുക്കുന്നുണ്ട്, ഇവാലും ഉണ്ട്, അപ്ലൈ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇവാലാണോ സുപ്പീരിയർ, അപ്ലൈ ആണോ? അതായത് ഇപ്പൊ നമ്മള് ഈ ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അപ്പോൾ അപ്ലൈ വരുന്നുണ്ട്, അപ്ലൈയുടെ ഉള്ളിൽ ഇവാൽ ഉണ്ട്. അപ്പോൾ ഇവാലാണോ അപ്ലൈ ആണോ എന്താ പറയാ സിഗ്നിഫിക്കൻ്റ് എന്നുള്ളത് എന്താ പറയാ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡിറ്റർമിൻ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഐച്ചിങ്ങിന്റെ കോണ്ടെക്സ്റ്റിൽ ഇൻ യാങ് കണ്ടു. അപ്പോൾ ദിസ് ഇസ് അറ്റ് അനദർ കോണ്ടെക്സ്റ്റ് ഓക്കെ വിച്ച് യു എൻകൗണ്ടർ ഇൻ യാങ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി അതിനൊരു കമ്പ്യൂട്ടേഷണൽ കൊണോട്ടേഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇത് സ്കീമിൽ എഴുതിയേക്കുന്ന ബുക്കാണ്, ജാവാസ്ക്രിപ്റ്റ് എഡിഷനും ഉണ്ട്, ജാവാസ്ക്രിപ്റ്റിലുണ്ട് ഇവാല്. ഈ ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ക്ലിപ്പർ എന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ദാറ്റ് വാസ് നത്തിങ് ബട്ട് ലാംഡ. അതിലും ഇവാൽ ഉണ്ട്, ഇപ്പൊ അറേ ഇവാൽ ഉണ്ട്, DB ഇവാൽ ഉണ്ട്, ഇവാൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോ കോഡ് ബ്ലോക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. Lisp, how Lisp scheme works. The code is stored as a list. അപ്പോൾ ഈ ലിസ്റ്റില് നമ്മൾ പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് ഓഫ് ലിസ്റ്റ് ഇസ് കോൾഡ് കാർ, സെക്കൻഡ് എലമെന്റ് മറ്റേ റെസ്റ്റ് ഓഫ് ദി എലമെന്റ് കടർ എന്ന് വിളിക്കും. ഇവാൽ LST ആണ് ഇവാലുവേഷൻ ഫംഗ്ഷൻ. യു ക്യാൻ അപ്ലൈ എ ഫംഗ്ഷൻ. ഓക്കെ, അപ്ലിക്കേറ്റീവ് സിൻഡെക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവാൽ LST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ C=car LST എന്ന് വെച്ചാൽ C കോൺസ്റ്റന്റ് ആണെന്നാണ് ഞാൻ അതിനെ. അപ്പോൾ ഒരു ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് സിംഗിൾട്ടണും കൂടി ആയിരിക്കണം കേട്ടോ. അതിലൊരു എലമെന്റേ ഉള്ളൂ എങ്കിൽ എന്താ പറയാ, അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല, അത് റിട്ടേൺ ചെയ്യുന്നത് അതിന്റെ വാല്യൂ ആയിരിക്കും. ഇനി വേരിയബിൾ ആണ് ഫസ്റ്റ് എലമെന്റ്, അങ്ങനെയാണെങ്കിൽ ലുക്കപ്പ് നടത്തിയിട്ട് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഒരു ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദ ലിസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവാലിന്റെ ഉള്ളില് മറ്റേ എന്താ പറയാ അപ്ലൈ വരുന്നുണ്ട്, അപ്ലൈയുടെ ഉള്ളിൽ വാല്യൂ വരുന്നുണ്ട്, അതാണ് അപ്പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർ ഫംഗ്ഷൻ കാൽക്കുലേറ്റർ എക്സ്പ്രഷൻ സിംബോളിക് എക്സ്പ്രഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇന്റർപ്രറ്റർ എഴുതാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഓൾ യു റിക്വയർ ഇസ് എ ബേസിക് ലെക്സിക്കൽ അനലൈസർ വിച്ച് fetches you the first element and those kind of thing. അപ്പോൾ ഇവാൽ LST സിംഗിൾട്ടൺ ആണ്, ഫസ്റ്റ് എലമെന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ല ഓൺലി എലമെന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് വാല്യൂ റിട്ടേൺ ചെയ്യും. അത് വേരിയബിൾ ആണെങ്കിൽ ലുക്കപ്പ് എടുത്ത് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ മറ്റേ സിംഗിൾട്ടൺ കോൺസ്റ്റന്റ് വേരിയബിളും ഉള്ള എല്ലാത്തവരാണെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഇപ്പൊ ABSO അല്ലെങ്കിൽ സമ്മെന്നോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അപ്ലൈ കാർ. അപ്പൊ ഇതൊരു സിമ്പിൾ എന്താ പറയാ ഒരു AST അബ്സ്ട്രാക്ട് സിൻഡെക്സ് ട്രീ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു പ്രിഫിക്സ് നൊട്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്പ് ഇന്റർപ്രറ്റർ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഈ 90 ലൈൻസിലും 100 ലൈൻസിലൊക്കെ ആൾക്കാർ ലിസ്പ് ഇന്റർപ്രറ്റർ ഒക്കെ സീലൊക്കെ എഴുതുന്നതാണ്. അപ്പൊ അതിന്റെ കാരണം ഇപ്പൊ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതിനെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവാൽ അപ്ലൈ ആൻഡ് റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇവാൽ അപ്ലൈ അല്ല ശരിക്കും, അതായത് ഇൻ യാങ് ആൻഡ് റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് എന്നാണ് ഇതിന് വേണ്ടത്. ഇത് ഞാനും പീറ്റർ എബ്രഹാമും എഴുതിയ ബുക്കിൽ എന്നുള്ളൊരു പടമാണ്. സിമിലർ പടം ഞാനും ഷൈൻ സേവർ എഴുതിയ .NET ഡിസൈൻ പാറ്റേണിലുണ്ട്. ഇവിടെ ഇൻ യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ലിസ്റ്റിനെ സ്ട്രീം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ IEnumerable അല്ലെങ്കിൽ ITRIBLE, ജാവയിലാണെങ്കിൽ ITRIBLE വെച്ചിട്ട് പുള്ള് ചെയ്തെടുക്കുകയാണ്.
ഈവൻ പാരലൽ സ്ട്രീം വന്നാലും പുള്ളാണ്. എന്ന സ്ഥാനത്ത് ഒബ്സർവബിൾ, അതായത് RX വരുമ്പോൾ അത് പുഷാണ്. അപ്പൊ വൺ മാൻസ് പുൾ ഈസ് അതർ മാൻസ് പുഷ്. അപ്പോ ഇതിലേതാണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ എലമെന്റ് ഓഫ് പുള്ളും പുഷും ഉണ്ട് ഒരു സിസ്റ്റത്തില്. അപ്പോ അത് കാണിക്കാനും നമ്മൾ എന്താ പറയാ, ഇൻ യാങ് ഒരു നല്ല മെറ്റഫോറാണ്. ഇത് റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് മോഡൽ ഓർബിയൻ ഹിസ്റ്ററി ചാപ്റ്റർ 1 നിന്ന് എടുത്ത പാഠമാണ്. ഇതുമായി എന്തായാലും സംസാരിക്കണ്ട? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്താ നോക്കാം. അപ്പൊ അത് നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ we need to do some kind of a background work to understand ചന്തശാസ്ത്രം. NPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് k ഫാക്ടോറിയൽ ആണ്. ഇനിയിപ്പോ NP n ആണെങ്കിൽ n ഫാക്ടോറിയൽ ആയിരിക്കും, പെർമുട്ടേഷൻ ആയിരിക്കും NPK. ഇനിയിപ്പോ 8P2 എന്ന് പറഞ്ഞാൽ 8 ഫാക്ടോറിയൽ. ഇത് pretty much obvious ആണ്. മറ്റേത് n ചൂസ് k എന്നാണ് പറയുന്നത്. n ചൂസ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു k ഫാക്ടോറിയലും കൂടി മൾട്ടിപ്ലൈ, അപ്പൊ NPK ബൈ k ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പൊ പെർമുട്ടേഷനും കോമ്പിനേഷനും വിച്ച് വി സ്റ്റഡി ഇൻ, ഇപ്പൊ പെർമുട്ടേഷനും കോമ്പിനേഷനും ഫോർ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് 100 പെർമുട്ടേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇൻഡിജറിലോ ലോങ്ങിലോ അത് കൊള്ളില്ല. അപ്പൊ യു റിക്വയർ ബിഗ് ഇൻഡിജർ അരിത്തമാറ്റിക് ഇൻ ഓർഡർ ടു ഡു ഇറ്റ്. അപ്പൊ അടുത്തത് എന്താ പറയുന്നത് വെച്ചാല്, ഈ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമുക്ക് എന്താ പറയാ, മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ N0 അല്ലെങ്കിൽ N1 ഇങ്ങനെയായിരിക്കും. അപ്പോ ബൈനോമിയൽ തിയറം ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് പാസ്കൽ ട്രയാങ്കിൾ ആയിട്ട് ബന്ധമുണ്ട്. a+y ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിഗ്മ k is equal to 0 to n ചൂസ് k x raised to n minus k yk ആണ്. അതായത് ഈ മറ്റേ എക്സ് വൈയും വരുമ്പോ ഇപ്പൊ ഈ സബ്സെറ്റും ഒക്കെ ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ്. അപ്പൊ എക്സും വൈയും ഉണ്ടെങ്കിൽ x 0 എന്ന് തുടങ്ങുകയാണെങ്കിൽ മറ്റേ എന്താ പറയാ, ഈ എക്സ് nth പവറിൽ നിന്ന് തുടങ്ങും, y 0 എന്ന് തുടങ്ങും, പ്രോഗ്രസീവ്ലി x താഴ്ത്തിക്കൊണ്ടുവരും, y കൂട്ടി ഫൈനൽ സാധനത്തില് x raised to 0 1 ആയിരിക്കും. ഇപ്പൊ y ഉണ്ടാവുള്ളൂ. അപ്പോ ബൈനോമിയൽ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാല് a+b ഹോൾ സ്ക്വയറിന്റെ ജനറലൈസേഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ a+b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ഈ ബൈനോമിയൽ തിയറത്തിന്റെ ലിമിറ്റിംഗ് ഫോമാണ് a+b ഹോൾ സ്ക്വയർ. ഇപ്പോ a+b ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പൊ 1 2 1 ആണ് അതിന്റെ കോഎഫിഷ്യന്റ്. a+b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 3 3 1 ആണ് അതിന്റെ കോഎഫിഷ്യന്റ്. ഇനി അത് ക്വാർട്ടിക് ഈക്വേഷൻ ആകുമ്പോ അങ്ങനെയാണ് ഈ എന്താ പറയാ, ഈ പാസ്കൽസ് ട്രയാങ്കിള് ഇത് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അതിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ n ചൂസ് k കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോ nk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബൈനോമിയൽ തിയറം ഈ എന്താ പറയാ, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആയിട്ട് വളരെ ലിമിറ്റഡ് വെച്ചാൽ എന്താ പറയാ, കോമ്പിനേഷനാണ്. കോമ്പിനേഷനോട് n ചൂസ് k ബന്ധപ്പെട്ട് കിടക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ പെർമുട്ടേഷൻ എംബഡഡ് ആണ്. അപ്പൊ ഈ സബ്സെറ്റ് പെർമുട്ടേഷൻ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു 2 കേസ് സ്റ്റഡി നോക്കാം. ഒന്ന് ക്നാപ്സാക്ക് പ്രോബ്ലം. ക്നാപ്സാക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളൊരു കള്ളനാന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവിടെ 50 ഐറ്റം ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ആ ബാഗിൽ കൊള്ളാവുന്ന അത്രയും ഐറ്റംസ് മാക്സിമം വാല്യൂവിൽ നമ്മൾ എടുക്കുക. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമുക്ക് 100 ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ സബ്സെറ്റും, അതായത് ആ കൺസ്ട്രെയിൻസിന് 50 കിലോ ആണെങ്കിൽ 50 കിലോയിൽ കൊള്ളുന്ന ഇന്റഗ്രൽ
മറ്റേ തിങ്സ് എന്താന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 100 എലമെന്റ് ഉണ്ടെങ്കിൽ 2⁻100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോമ്പിനേഷൻസ് നമുക്ക് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടി ടൈമില്ല. അതൊരു NP ഹാർഡ് പ്രോബ്ലം ആണ്, ട്രാക്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ എ പ്രയോറി അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. റീറ്റെയിൽ കമ്പനികളിലൊക്കെ നിങ്ങൾ ഈ ക്രോസ് സെല്ല് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എ പ്രയോറി അൽഗോരിതം വെച്ച് കണ്ടുപിടിക്കാം. അവിടെയും സബ്സെറ്റ് കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു Amazon.comന്റെ 6 ലക്ഷം ഐറ്റത്തിൻ്റെ ഒന്നും എ പ്രയോറി ഒന്നും ഇനിയിപ്പോൾ 50 ഐറ്റം വന്നാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എ പ്രയോറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി ഈ നമ്മൾ ചെറിയ സബ്സെറ്റ്സ് എടുത്തിട്ട് പൊട്ടൻഷ്യൽ ഫോർ ക്രോസ് കില്ലിങ് നോക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കമ്പ്യൂട്ടേഷണലി കോംപ്ലക്സ് അല്ല, ഇപ്പോൾ ട്രാക്റ്റബിൾ അല്ല. ഇപ്പോൾ സബ്സെറ്റ് ആണെങ്കിൽ തന്നെ 2⁻n ആണ് അതിൻ്റെ കോംപ്ലക്സിറ്റി. അപ്പോൾ എന്താ പറയുക, 2⁻n എന്ന് പറഞ്ഞാൽ ഈ ലൈനായിട്ട് വരും. ഈ ലൈനാണ് 2⁻n. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെർമുട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഇതായിരിക്കും. അപ്പോൾ എനി അൽഗോരിതം ഈ എന്താ പറയുക, ഇതിന് മുകളിലുള്ള ഈ സാധനത്തിൻ്റെ മുകളിലുള്ള അൽഗോരിതം റിയൽ ടൈമിൽ ട്രാക്റ്റബിൾ അല്ല. അപ്പോൾ ഈ പെർമുട്ടേഷനും കോമ്പിനേഷനും വെച്ചിട്ടൊക്കെ നമുക്ക് പല അൽഗോരിതംസും ബ്രൂട്ട് ഫോഴ്സിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും പ്രാക്ടിക്കലി വലിയ യൂസ് ഒന്നുമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെർമുട്ടേഷൻ എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഇപ്പൊ നമ്മൾ ABCD ആണെന്ന് വെച്ചാൽ അപ്പൊ അതിനാണെങ്കിൽ 1 2 3 4 എന്ന് കൊടുക്കുക. ABCDE ആണെങ്കിൽ 1 2 3 4 5 എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഫോർ ദ സേക്ക് ഓഫ് ഡിസ്കഷൻ നമുക്ക് മറ്റേ AB ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോ ഈ ABC ഉണ്ടെന്ന് വയ്ക്കുക. അപ്പൊ നമുക്ക് 8 മറ്റേ എന്താ പറയാ 8 അല്ല 6 പെർമുട്ടേഷൻസ് 6 ആണ്. അപ്പൊ 1 2 3യുടെ തൊട്ട് മുകളിലുള്ള നമ്പർ ഏതാണ്? 1 3 2 ആണ്. അതിന് തൊട്ട് മുകളിലുള്ള നമ്പർ 2 1 3 ആണ്. അപ്പൊ നിങ്ങൾ ഓരോ നമ്പർ നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പൊ എന്താ പറയാ A 1 ആയിട്ടും B 2 ആയിട്ടും C 3 ആയിട്ടും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ACB വന്നിട്ടുണ്ടെങ്കിൽ A 1 ആണ്, C 3 ആണ്, B 2 ആണ്. അങ്ങനെയാണ് 132 തന്നെ. പിന്നെ 2 1 3. അപ്പോൾ അങ്ങനെ നമുക്ക് പെർമുട്ടേഷൻ ജനറേറ്റ് ചെയ്യാം. ഒരു പ്രോഗ്രാം അതിന്റെ URL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇങ്ങനത്തെ ഒരു പെർമുട്ടേഷൻ ജനറേഷൻ പ്രോഗ്രാമിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജംപ്ഡ് ഓവർ ദ ലേസി ഡോഗ് എന്ന് പറഞ്ഞ 26 ആൽഫബറ്റ് ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പെർമുട്ടേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് തീരില്ല. 26 ഫാക്ടോറിയൽ ഈസ് സച്ച് എ ഹ്യൂജ് നമ്പർ ദാറ്റ് നമ്മൾ എത്രയോ കൊല്ലങ്ങൾ എടുക്കും. അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്കൊരു ജനറേറ്റർ എഴുതിയാൽ തന്നെ ഒരു എന്യൂമറബിൾ വെച്ചിട്ട് ഈൽഡ് ചെയ്തിട്ട് എടുക്കണം. കാരണം എല്ലാ പെർമുട്ടേഷനും ലൂപ്പിൽ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഫിനിഷ്. അപ്പോൾ ഇതൊരു പെർമുട്ടേഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു ടേക്കാണ്. ചെറുത് എന്തെങ്കിലും ഉണ്ടാവില്ല. സബ്സെറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? സബ്സെറ്റ് കുറച്ചും കൂടി ഇതാണ്. അതായത് നമ്മൾ ഇപ്പം എത്ര ബൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 4 ബൈറ്റ് ആണെങ്കിൽ 16, 0 മുതൽ 16 വരെ കൗണ്ട് ചെയ്യുക. 3 ബൈറ്റ് ആണെങ്കിൽ 0 മുതൽ 8 വരെ. ഇപ്പൊ ഇവിടെ അതാണ്. 2 ആണെങ്കിൽ 0 to മറ്റേ എന്താ പറയാ 3 വരെ കൗണ്ട് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഒരു വാല്യൂവിന്റെ എല്ലാ ബിറ്റും 0 ആണെങ്കിൽ നിങ്ങൾ നൾ സെറ്റ് ചെയ്യും. പിന്നെ 1 ആണ്. 1 ആകുമ്പോൾ എന്താ വെച്ചാൽ ABCD ആണെങ്കിൽ 1ന്റെ കേസിൽ D ആണ് എമിറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോ 0 0 0 1 ആണ്. അപ്പൊ C എമിറ്റ് ചെയ്യുന്നു. പിന്നെ 0 1 0 വരുമ്പോൾ B എമിറ്റ് ചെയ്യുന്നു. 0 1 1 വരുമ്പോൾ BC എമിറ്റ് ചെയ്യും. പക്ഷെ ഇത് ലെക്സിക്കോഗ്രാഫിക്കലി ഓർഡേർഡ് അല്ല ഈ സബ്സെറ്റ്. ഓക്കെ, ബട്ട് സ്റ്റിൽ
ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സബ്സെറ്റ്. പക്ഷേ ഈ സബ്സെറ്റ് കാൽക്കുലേഷൻ പോലും നമ്മൾ വിചാരിച്ച മാതിരിയല്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതും ബ്രൂട്ട് ഫോഴ്സ് കൈവിട്ട് പോകും. നേരത്തെ പറഞ്ഞ മാതിരി 0-1 നാപ്സാക്കിൽ 2^100 എന്ന് പറഞ്ഞ സാധനം പ്രാക്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെയും ഒരു പ്രോഗ്രാം ഇത് ചെയ്തിട്ടുണ്ട്. നമ്മള് നെക്സ്റ്റ് ഇ എന്നുള്ള ഓയിലേഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ 2 നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് 2.7128 ഇതെങ്ങനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് ആൾറെഡി വെൽ നോൺ റിസൾട്ട് ഓഫ് കാൽക്കുലസ് ആണ്. 1+1/n to the power of n-ന്റെ n tends to infinity ആണ് ഇ എന്നുള്ളത്. അത് ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ് കണ്ടത്. അത് കുറച്ച് റിഡക്ഷൻ വന്നു കഴിഞ്ഞ് എന്താ പറയാ, ഈ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് k=0 സിഗ്മ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഒന്നും വേണ്ട, ഒരു 10 ടൈം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെ ഇതാണ്. പക്ഷെ ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എന്താ പറയാ, ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് 1+1/n. അപ്പൊ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ശരിക്കും ഫിനാൻസിൽ വരുന്നുണ്ട്. എവിടെയൊക്കെ കോമ്പൗണ്ടിങ്, ഡിസ്കൗണ്ടിങ്, ഹീറ്റിംഗ്, കൂളിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഈ വരുന്നുണ്ട്. ഇപ്പൊ നാച്ചുറൽ ലോഗരിതം അവിടെ ഒരു ഇതാണ്. ഇപ്പോ ഈ ഒരു ഫേമസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല ഉണ്ട്. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന് I=PNR ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ P × 1+R⁻n ആണ്. അത് കുറച്ച് ആൾജിബ്രായിക് മെസ്സേജിങ് വന്നു കഴിഞ്ഞാൽ P=P0, അതായത് പ്രിൻസിപ്പൾ അറ്റ് ദ സ്റ്റാർട്ട് ഇൻറ്റു E⁻R⁻t അല്ലെങ്കിൽ Rn ആയി മാറും എന്ന് പറഞ്ഞ പീരീഡ്. അപ്പോ ഈ ഇങ്ങനെ ഈ ഡിറൈവ് ചെയ്യുന്നത് ഫിനാൻസ്, തെർമോഡൈനാമിക്സ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈയുടെ ഒരു ചെറിയൊരു അപ്ലിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ലോഗരിതം തന്നെ 3 ലോഗരിതം ഉണ്ട്. കോമൺ ലോഗരിതം ഉണ്ട്, അതാണ് log10. ഇനി നാച്ചുറൽ ലോഗരിതം ഉണ്ട്, അതാണ് ln. ഇനി മറ്റേ ഈ ബൈനറി ലോഗരിതം ഉണ്ട്, അതായത് log2. അപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ ഇവിടെ കണ്ട log10x = log(x/log10) ആണ്. ഇനിയിപ്പോ log10x ആണെങ്കിൽ log2x/log210 ആവാം. ഇവിടെ നമ്മളത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ് exp. അപ്പോ നമുക്ക് e⁻RP ഇപ്പൊ 1 രൂപ 2 രൂപയാവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോ e⁻RT അല്ലെങ്കിൽ RP = 2 എന്നാണ്. അപ്പോ അതായത് 1 × e⁻RP = 2 എന്നാണ് പ്രിൻസിപ്പിള് തുടങ്ങുമ്പോൾ. P0 e⁻RP = 2 ആണ് വരേണ്ടത്. അപ്പോ P0 1 ആണ്. അപ്പോ ഈ രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസൽ ചെയ്തു. അപ്പൊ RP = log2 ആവും. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ n എന്നാവും കേട്ടോ. P = log2/R ആണ്. അപ്പൊ R എന്തായിരിക്കും? log2/P ആണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ മാത്തമാറ്റിക്സിന്റെ ഒക്കെ സെഷൻസ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാല്, ഇന്ദിര വികാസ് പത്ര പണ്ട് 100 രൂപ നമ്മൾ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് 1000 രൂപയായിട്ട് കിട്ടുമായിരുന്നു. അപ്പൊ അന്ന് എത്രയാണ് പലിശ എഫക്റ്റീവ്ലി കിട്ടുന്നത്? പിന്നെ അത് 6 കൊല്ലമാക്കി. അപ്പോ റൂൾ ഓഫ് 70 എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ 69.3 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ടു 70, അല്ലെങ്കിൽ റൂൾ ഓഫ് 72 എന്ന് പറയും. അപ്പോ നമുക്കിവിടെ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, പക്ഷെ പീരീഡ് തന്നിട്ടുണ്ട്. പീരീഡ് 5 ആണ്. അപ്പോ R = 70/, പീരീഡ് ആണ്. അപ്പോ 70/5 14 ആണ്. അപ്പൊ 14% ആണ്. അത് 6 ആക്കിയെങ്കിൽ 72/6 എന്ന് പറയുമ്പോൾ മറ്റേ 12 ആണ്. അപ്പൊ 12% ആയി. അപ്പോ ഇതാണ് ഈ എന്താ പറയാ, വൺ ഓഫ് ദി വേസ് ബൈ വിച്ച് വി ക്യാൻ ആക്ച്വലി ലേൺ തിങ്സ്. അപ്പോ ഈ ലോഗരിതം exp, ഈ log2 ആണ് നമ്മൾ ഇപ്പോ ബബിൾ സോർട്ടിന്റെ കോംപ്ലക്സിറ്റിയോ ഇനി അല്ലെങ്കിൽ ബൈനറി സെർച്ചിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മൾ എഫക്റ്റീവ്ലി ലോഗരിതം ടു ദ ബേസ് 2 ആണ് പറയുന്നത്. അപ്പൊ ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ശരി? ഇല്ല. നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തതാണല്ലേ? ശരി. ലാസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ശരി. ഇനിയിപ്പോ ലഘു ആൻഡ് ഗുരു. ലഘു എന്ന് പറഞ്ഞ ഷോർട്ട് സിലബിള്,
ലഘൂകരിക്കുക അല്ലെങ്കിൽ സ്മോൾ. അപ്പോ ഈ നമുക്ക് ഈ ഫിബൊനാച്ചി നമ്പറായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘു വരും, പിന്നെ ഗുരു വരും. അപ്പൊ ഇതിനൊരു ഇതുണ്ട്, സ്റ്റാർട്ട് വിത്ത് ലഘു. അപ്പൊ ലഘു വെച്ച് തുടങ്ങുകയാണെങ്കിൽ മറ്റേ എന്താ പറയാ, ഈ N-1 റിമൈനിങ് പാറ്റേൺസേ ഉണ്ടാവുള്ളൂ. ഗുരു വെച്ച് തുടങ്ങുകയാണെങ്കിൽ N-2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലഘു 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 ഗുരു ഗുരു ലഘു. അത് ആ ഈ ഫിബൊനാച്ചി പാറ്റേൺ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ F4 എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ അവരത് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത് കണ്ടോ. ലഘു 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 ഗുരു വരും, പിന്നെ ലഘു ഗുരു ലഘു വരും, ഗുരു ലഘു ലഘു വരും, പിന്നെ ഗുരു ഗുരു വരും. ഇത്രയും കോമ്പിനി F5 എന്താന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല വെച്ചിട്ടില്ല, ഫിബൊനാച്ചി നമ്പർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന തത്വം. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ 4 ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ ശരിക്കും 16 ഇത് വരണ്ടേ? നാല് വന്നു കഴിഞ്ഞാൽ അങ്ങനെ 16 അല്ല വരണ്ടേ? 4 × 3 × 2 4 3 12 2 24 വരണം. പക്ഷെ ഇവിടെ എത്രയുണ്ട്? അഞ്ച് പാർട്ടീഷൻ. അല്ലല്ല, അത് ആ ഫോർമുല വെച്ചിട്ടാണ് അത് ചെയ്യണേ. അല്ല, ഇതിപ്പോ ഫിബൊനാച്ചി നമ്പർ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, അതർവൈസ് അറിയാം. കാരണം നമ്മൾ വിചാരിക്കണ എല്ലാ സാധനവും വരുമെന്നാണ്, അങ്ങനെയല്ല അത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മളിനിപ്പോ വൃത്തവും അലങ്കാരവും മറ്റേ സിലബിളൊക്കെ പഠിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പഠിക്കണം അത്. മലയാളം പഠിക്കണം. അപ്പൊ ഈ കുറച്ചു കാലം മുമ്പ് ഞാൻ ഇത് ചെയ്യുന്നത്, അപ്പൊ ഈ ഫിബൊനാച്ചി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത്, ഇപ്പൊ 1 1 എന്ന് പറയുന്ന സീക്വൻസ് 1 + 1 2 ആണ്, പിന്നെ 1 ഉം 2 ഉം കൂടി കഴിഞ്ഞാൽ 3 ആണ്, 3 യും 2 ഉം കൂടി കഴിഞ്ഞാൽ 5 ആണ്. അങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ഗിവൺ നമ്പർ ഫിബൊനാച്ചി ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു ടെക്നിക്ക്. അതായത് അപ്പൊ നമുക്ക് എന്ത് പറ്റും എന്ന് വെച്ചാല്, നമ്മൾ എന്യൂമറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ആയിട്ട് വെക്കാം, ഫിൽട്ടർ പ്ലേസ് ചെയ്യാം. അപ്പൊ ജനറേറ്റേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നോഷൻ ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്താന്നുള്ളത്, ഇപ്പൊ 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25 വേറൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോ നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുക്കുക, എന്നിട്ട് മറ്റേ ഈ കിട്ടുന്ന വാല്യൂവിനെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ വാല്യൂ കിട്ടുമെന്ന് നോക്കുക. അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോ ഒരു നമ്പർ ഫിബൊനാച്ചി നമ്പർ ആണെങ്കിൽ 5n² + 4 അല്ലെങ്കിൽ 5n² - 4 പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ ഞാനിപ്പോ റൈറ്റ് സൈഡിൽ കാണിച്ചത് 0 ഫിബൊനാച്ചി നമ്പർ ആണ്. ഫിൽട്ടർ പാസ്സായി, അല്ല ഫിൽട്ടർ പാസ്സാവല്ല, മറ്റേ ബൂളിയൻ കണ്ടീഷൻ ട്രൂ ആയി. 1 ട്രൂ ആയി, 2 ട്രൂ ആയി. ഇപ്പൊ 1 കേസിൽ എടുത്ത് നോക്കാം, 5n² അല്ലേ + 4. അപ്പോ എന്താണ്, മറ്റേ 9 ആണ്. 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ 5n² - 4 ആണെങ്കിലോ, മറ്റേ 5 - 4 1 അതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് 5 എടുത്ത് നോക്കാം. അപ്പോൾ 5n², അപ്പോൾ n² എന്ന് പറഞ്ഞാൽ 25. 25 × 5 125 പ്ലസ് ഇത് വരുന്നില്ല. പക്ഷെ 125 - 4 വന്നപ്പോൾ 121 വന്ന്, അത് 11 റൂട്ട്. അപ്പൊ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പൊ എന്താ പറയാ, എഫിഷ്യന്റ് മെക്കാനിസം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മറ്റേ അതർവൈസ് മെമ്മോയിസ് ചെയ്യണം നമ്മള്. അല്ലെങ്കിൽ മെമ്മോയിസ് ചെയ്ത ലുക്കപ്പ് ഒക്കെ നടത്തി ഇത് ചെയ്യണം. അല്ല, ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ പണ്ട് എവിടുന്നോ എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാനത് എന്റെ ബ്ലോഗിൽ എഴുതിയിരുന്നത്, ഞാൻ ലിങ്ക്ഡ്ഇൻ പൾസിൽ ഇട്ടതാ. അല്ല, കമ്പ്യൂട്ടേഷൻ ചീപ്പാണല്ലോ, അതാണ്. അതെ.
പിന്നെയുള്ളത് ഇതാണ് പാസ്കൽസ് ട്രയാങ്കിള്, ഈ പിങ്കളയുടെ ചന്തശാസ്ത്രയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പൊ ആ ഓരോ വാല്യൂവും എങ്ങനെയാണ് കോമ്പിനേഷൻ ആയിട്ട് ജനറേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് A+B² ആണ്, ഇത് A+B ആണ്, അങ്ങനെ. പിന്നെ A+B³ അത് ഇതായിട്ട് ഇങ്ങനെ. പിന്നെ A+B⁴ ഇത് 5, ഇത് 6 വന്നു കഴിഞ്ഞാൽ ഇത് വരും. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. അപ്പൊ ബേസിക്കലി ഇവിടെ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഈ ബൈനറി നമ്പർ സിസ്റ്റത്തെ കുറിച്ച് അതും ഐച്ചിങ്ങും തമ്മിലുള്ള കണക്ഷൻ ഡിസ്കവർ ചെയ്തു. അപ്പോ ദാറ്റ് ലെഡ് ടു ഇൻയാങ്, വിച്ച് ഈസ് എ വൈഡ്ലി യൂസ് സിംബൽ ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇവിടെ 2 കോണ്ടെക്സ്റ്റ് വന്നത് എന്താ വെച്ചാൽ, ഒന്ന് മറ്റേ ഇവാൽ അപ്ലൈ, അതായത് ലിസ്പിന്റെ ഒരു ഫേമസ് ബുക്കിൽ അല്ലെങ്കിൽ സ്കീമിന്റെ അല്ലെങ്കിൽ സ്ട്രക്ചർ ഇന്റർപ്രിട്ടേഷൻ ഇതില് ഇവാലാണോ അപ്ലൈ ആണോ ഏതിനാണോ പ്രൈമസി എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ വരാം. പിന്നെ അത് ഐച്ചിങ്ങിന്റെ കേസിൽ ബൈനറി നമ്പർ ഇൻസ്പയർ ചെയ്തു. അപ്പോ അതേമാതിരി തന്നെ ഇപ്പൊ ഐച്ചിങ് മാതിരിയുള്ള ഒരു പുസ്തകം തന്നെയാണ് ചന്തശാസ്ത്രയുടെ പ്രത്യേകത വെച്ചാൽ അതൊരു വർക്ക് ഓൺ ഗ്രാമർ ആണ്. അപ്പോ ഈ വാമൊഴി കാലഘട്ടത്തില് നമ്മള് എന്താ പറയാ, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തപ്പോ ഇപ്പൊ ഭഗവത്ഗീത അനുഷ്ഠിപ്പുറത്താണ്, ഇനി അല്ലെങ്കിൽ ഒരു വഞ്ചിപ്പാട്ട് നവോന്നതയാണ്. അങ്ങനെ നമ്മള് പാട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ വൃത്തവും അലങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ പറയും ലഘു ഗുരുവൊക്കെ തിരിച്ചിട്ടാണ് വൃത്തം കിട്ടുന്നത്. അപ്പൊ വൃത്തത്തിന് ഓൾറെഡി കാകളിയാണോ മഞ്ചരിയാണോ കേകയാണോ മാലിന്യാണോ അങ്ങനെയാണെന്നുള്ള മറ്റേ എന്താ പറയാ വൃത്താലങ്കാരവും നമ്മള് അയക്കുന്ന സീക്വൻസിൽ അയക്കും. അപ്പൊ അപ്പുറത്ത് ഇരുന്ന ആള് ഈ ഈ വൃത്തത്തിനനുസരിച്ചാണോ വന്നേക്കണേന്ന് നോക്കുക. അങ്ങനെ എറർ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു കഥകളി പാറശാലെത്തുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു. അപ്പോൾ ഒരു എറർ കറക്ഷൻ വെരിഫിക്കേഷൻ കോമ്പിനറ്റോറീസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ചന്തശാസ്ത്ര. അങ്ങനെ നോക്കുമ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻസ് എന്താ പറയാ ഈ പുസ്തകത്തിന്റെ ഒരു പർട്ടിക്കുലർ പേജിൽ കാണാനിട വന്നു. അപ്പോൾ ലെബനിഡ്സ് ഒരു ചൈനീസ് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്നുള്ള ഒരു കൗതുകം തോന്നി. അപ്പൊ അങ്ങനെ ഇതാണ്. പിന്നെ കോപ്പൈലറ്റ് പറയുന്നുണ്ട് പിങ്കളയുടെ ചന്തശാസ്ത്ര എന്താണ്, അതിന് കുറച്ചും കൂടി ഒരു ഐച്ചിങ്ങിൽ നിന്ന് ഇൻസ്പയർഡ് ആണെങ്കിൽ ഹാഡ് ഹി നോൺ എന്താ പറയാ പിങ്കളാസ് ചന്തശാസ്ത്ര, ദെൻ യു വുഡ് ഹാവ് സീൻ തിങ്സ് ഇൻ ആക്ഷൻ. അത് എൻകോഡ് ചെയ്തിട്ട് തന്നെ ഇതുണ്ട്, അതായത് ബൈനറി നമ്പർ സിസ്റ്റം, കോമ്പിനറ്റോറിക്സ്, സബ്സെറ്റ്, ഫിബൊനാച്ചി നമ്പർ, പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, അക്കോമ്പിനേഷൻ ആൾറെഡി പറഞ്ഞു. പിന്നെ പാസ്കൽസ് ട്രയാങ്കിൾ ആയിട്ട് ഈ പോയട്രി അല്ലെങ്കിൽ പദ്യകൃതികൾക്ക് ബന്ധമുണ്ടെന്നാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത്. പിന്നെ ഇനിയാങ് എങ്ങനെ ഈ ലിസ്പ് ഇവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, എങ്ങനെയാണ് ഈ പുൾ പുഷ്, അതായത് വൺ മാൻസ് പുൾ ഈസ് അതർ മാൻസ് പുഷ് ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി സിംബലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഇനിയാങ് അവിടെ ഉപയോഗിച്ചത്. പിന്നെ പെർമുട്ടേഷൻ, ബൈനോമിയൽ തിയറം, പിന്നെ അത് കോംപ്ലക്സിറ്റി ആയിട്ട് നമ്മൾ ചെയ്തു. പിന്നെ പെർമുട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ സാധനം. പിന്നെ സബ്സെറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇവിടെ ഈ സോഴ്സ് കോഡും ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഗിറ്റബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിമെന്ററി മാത്ത് ഫോർ പ്രോഗ്രാമിംഗ് സീരീസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഈ കോഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടായില്ലേ? വൈശാഖം ഉറങ്ങിയോ? ഹലോ. എന്തെങ്കിലും ടേക്ക് ഉണ്ടോ ബിഫോർ വി വൈൻഡ് അപ്പ്? ഇത് ഹലോ കേൾക്കുന്നുണ്ടോ? ഏതാ
പറഞ്ഞോ. ഈ ടേക്കില്ല. അപ്പൊ നമുക്ക് ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നമുക്ക് വൈൻഡ് ചെയ്യാൻ ചേർത്തെ. ഓക്കെ